അതുപോലെ തന്നെ ഈ 2K കിഡ്സ് എന്ന് നമ്മൾ പറയുമല്ലോ, ഞാനടക്കം പറയുന്നതായി 2K കിഡ്സ് ഭയങ്കര പ്രശ്നക്കാരാണ്. അവരാണ് ഈ പ്രശ്നങ്ങൾ MDMA കാര്യങ്ങളും വിഷയങ്ങളും അടിയും പിടിയും കൊലപാതകം ഒക്കെ നടത്തുന്നത് ഇവരാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഇവർക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്ന് മാനസികമായ ഒരു ഉല്ലാസത്തിന് വേണ്ടി നമ്മുടെ നാട്ടുകളിൽ മറ്റ് എന്റർടൈൻമെന്റുകൾ ഒന്നും തന്നെ ഇല്ല. ഇവർക്ക് പോയി കളിക്കാനുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കളിക്കാൻ പോകാൻ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ഗ്രൗണ്ടുകളില്ല. ഗ്രൗണ്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ഓരോ സ്കൂളുകളുടെ ആയിരിക്കും. അവരാരും നാട്ടിലുള്ള പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഈ ഗ്രൗണ്ടുകളൊന്നും വിട്ടു നൽകത്തൊന്നുമില്ല. അത് പല കാരണങ്ങൾ കാണുമായിരിക്കും. എങ്കിലും ആ ഒരു പ്രദേശത്തെ ആളുകൾക്ക്, അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ അവർക്ക് ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ആ ഒരു സമയം അവർക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ, കായികപരമായിട്ട് അവർക്ക് അതിൻ്റെ അകത്ത് ഇറങ്ങി അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു നേരം പോക്കിനോ ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇവരാരും മറ്റ് ഒരു സംഭവം തേടി അല്ലെങ്കിൽ ഇപ്പൊ കളിക്കാൻ ഒരു സ്ഥലമില്ലാതെ വന്നു കഴിയുമ്പോൾ അടുത്ത ഓപ്ഷൻ ഇവർ നോക്കുകയാണ്. അടുത്ത എന്നാ ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് അല്ല നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കുറച്ചു നേരം പോയി ഇരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നും കരുതി ഇവർ അടുത്ത മേച്ചിൽപ്പുറങ്ങൾ കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് കളിക്കാൻ വേണ്ടിയുള്ള ഒരു കളിസ്ഥലം, ഒരു ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒരുക്കി നൽകേണ്ടത് നമ്മുടെ പഞ്ചായത്തുകളും നമ്മുടെ സർക്കാരുകളും ഒക്കെയാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടെ നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതുബോധത്തിലേക്ക് വരണം. സ്കൂളുകളാണെങ്കിൽ പോലും ആ ഒരു പ്രദേശത്തുള്ള കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ആ ഗ്രൗണ്ടൊക്കെ ഒന്ന് തുറന്നു നൽകിയാൽ ആ സ്കൂളിൽ പഠിച്ചിറങ്ങിയവരായിരിക്കും ആ പ്രദേശത്ത് താമസിക്കുന്നവരെ. അപ്പൊ ആ ഗ്രൗണ്ടുകളൊക്കെ അവർക്കൊന്ന് നൽകി കഴിഞ്ഞാൽ അത് വീണ്ടും നാളുകളിൽ ആ പ്രദേശത്തുള്ള കുട്ടികൾ നന്നായി വരാനേ ഒരു സാധ്യതയുള്ളൂ. അല്ലാണ്ട് അവരാരും മോശപ്പെടാനുള്ള ഒരു സാഹചര്യവും സാധ്യത അവിടെ ഉണ്ടാവത്തേ ഇല്ല.